everyone, मैं हूँ श्वेता. My name is Inder and welcome to our channel. It's time for Waza 2. Let's watch it. എങ്ങനെയുണ്ടോ ഇപ്പൊ? തീരെ വയ്യടാ. നീ ഉറച്ചിനെ കണ്ണടച്ചെന്ന് കിടന്നോക്കടാ, ചിലപ്പോ ഉറക്കാൻ വരും. നല്ല പനിയുണ്ട്, ഭയങ്കര മേലുവേദന. ഞാനാണ് റൂമിൽ ഒറ്റയ്ക്കാ. NHS വിളിച്ചിട്ട് എമർജൻസി ആണെന്ന് പറഞ്ഞാലോ? ചിലപ്പോ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ? അതൊന്നും നടക്കൂലടാ, പനിക്കൊന്നും അവര് വരൂല. നീ മരുന്നെല്ലാം കഴിച്ചായിരുന്നോ? ഇവിടെ മരുന്നൊന്നും ഇരിപ്പില്ല. ഞാൻ മരുന്നെല്ലാം കിട്ടുമോ നോക്കട്ടാ, എന്നിട്ട് അങ്ങോട്ട് വരാം. ആ ഓക്കെ. പനിക്കുള്ള മരുന്നെല്ലാം ഉണ്ടാ? കഫ് സിറപ്പ് மட்டும் தான் ടാബ്ലറ്റ് ഇല്ല. പറഞ്ഞോ അമ്മ. അല്ല, നീ പഠിക്കുവായിരുന്നോ? അല്ല അമ്മ, പറഞ്ഞോ. എടാ അഷ്നയ്ക്ക് അന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഇല്ലേ, അത് കിട്ടിയടാ. എന്നാലും കാശ് ചെലവുണ്ടടാ, അതുകൊണ്ട് വാപ്പ പോണ്ടാന്നാ പറയണേ. വാപ്പയ്ക്ക് ഇപ്പോഴും ആ പേടിയുണ്ട് അവളെ ഒറ്റയ്ക്ക് വിടാനേ. മോനെ, നീ വാപ്പോടൊന്ന് പറയൂ. ഞാൻ കുറച്ച് തിരക്കിലാമോ, പിന്നെ വിളിക്കാം. ഹലോ, അല അല. It's okay. Okay, एक बार गलती. हाँ, at least if scholarship मिला then. വീട്ടിൽ കയറി പൊക്കുന്ന അവസ്ഥ വരെ എത്തി. കളക്ടർ ഉദ്യോഗത്തിന് പോണെന്നു വല്ലവന്റെ എച്ചിപ്പാത്രം എടുക്കാൻ തന്നെയല്ലേ ഈ പോക്ക്. ഞാൻ എന്തേലൊക്കെ ചെയ്ത് ജീവിച്ചോട്ടോ അമ്മ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് പോലീസുകാർ ഈ വീട്ടിൽ കയറി നടക്കുന്നത്. യുക്രൈൻ പണം നോക്കിട്ട് എന്തായി? കൂടെയുള്ളവന്മാരെല്ലാം സ്വന്തം കാര്യം നോക്കി പോയില്ലേ? നന്നാവൂ എന്നുള്ള പ്രതീക്ഷ പണ്ടേ എനിക്ക് പോയതാണ്. നീ കൺവെട്ടത്തുനിന്ന് പോയാലേ ഈ ചെറുക്കനെങ്കിലും രക്ഷപ്പെടും. अरे रे 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 रे. സിസ്റ്റർ, Due to doctor left this evening, he won't be back until tomorrow. Okay? സിസ്റ്റർ, Struggle यार. പറയടാ. നാളെ രാവിലത്തേക്ക് എത്തുമെന്ന് പറയുന്ന. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്തോ, ഞാൻ എവിടെന്നേലും മരുന്നൊപ്പിച്ചോണ്ട് വരാം. രാവിലെ ഡോക്ടർ എത്തുമ്പോൾ തന്നെ കാണാം. ശരിയടാ. ഓക്കെടാ. इतना बुरा लग रहा है यार मेरे को. अरे रे, अभी और देख के उसको बुरा लगेगा. ഹലോ ചേട്ടാ. ആ പറമോനെ. എന്റെ ഫ്രണ്ടിന് തീരെ സുഖമില്ല, എന്തുറ്റി? നല്ല പനിയാ. ആണോ? ഇവിടെ ആണെങ്കിൽ മരുന്ന് മേടിക്കാൻ കടകളെല്ലാം അടച്ചിരിക്കുക. എടാ അപ്പൊ ഹോസ്പിറ്റലിൽ പോയില്ലേ? ചേട്ടാ, നൈറ്റ് ഇവിടെ ഒരു പുണ്ണാക്കും ഇല്ല. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു വന്നതാ. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഒന്ന് നോക്കട്ടെ. ആ ശരി ചേട്ടാ. ഓക്കേടാ. अरे यार. നീയാണ് ഇവന് വളം വെച്ചു കൊടുക്കുന്നത്. ഇവനെ കണ്ടല്ലേ ഇളയവൻ പഠിക്കുന്നത്. ഇവനെ വഷളാക്കി അവൻ അടങ്ങും. നീ നോക്കോ, ये burst हो जाएगा. എന്നാ പറയണത്? അവന്റെ അല്ല ഇവന്റെ ആരുടെ? അവന്റെ ചത്തുപോയ വാപ്പൊന്ന് വെച്ചാ നീ അവര് വക്കാലത്ത് കുടിക്കാൻ നിൽക്കണ്ട. അല്ല, എന്റെ ആയിരുന്നു. എനിക്ക് പ്രശ്നം വരാതിരിക്കാൻ ഇക്കേറി ഏറ്റതാണത്. ഓ നല്ല ഇക്ക കൂടെ കൊണ്ടുവരുന്ന എവരെ കൂടെ നശിപ്പിച്ചപ്പോ നിനക്ക് മതിയായല്ലോ. ഇനി രണ്ടും കൂടെ വലിക്കാൻ നിൽക്കണ്ട, കൂട്ടിയിട്ട് കത്തിച്ച് ആഴി ഒടിച്ചാൽ മതി. അതെന്തുകൊണ്ടോ വെച്ചാൽ നമ്മളെ ചെയ്തോളാം. മാമ അവളെ പണി നോക്ക്. നശിത മതി, നിർത്തും. നീ മിണ്ടാരി. ഇടയ്ക്കിടയ്ക്ക് വഴക്കോരാൻ വരുന്നില്ല. ഇയാളെ കൊണ്ട് വല്ല ഗുണവും നമുക്ക് बराबर है. 10 പൈസയുടെ വകയില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഓ, ഇത്ര നാൾ പണിയെടുത്ത് നിങ്ങൾ എന്തുണ്ടാക്കി? എന്തായാലും നിന്നെ പോലെ കഞ്ചാവ് വെച്ചോട് നടത്തേണ്ടി വന്നിട്ടില്ല എനിക്ക്.
ഇനി മേല യവന്മാരെ ഒരാവശ്യത്തിന് എന്നെ വിളിച്ചേക്കുന്നു. മരുന്ന്. ചേട്ടാ Oh, പൈസ. chalo. ഓ അതൊന്നും വേണ്ട മോനെ. ചേട്ടൻ ശരിക്കും ആരാ ഏട്ടാ? ദൈവമാണോ? ഓരോ സ്ഥലത്തും ഓരോ വേഷത്തിൽ. എല്ലായിടത്തും നിങ്ങളെ കാണാമല്ലോ. ഒരു ജീവിതമല്ലേ ഉള്ളൂ, ജീവിക്കണ്ടേനെയാ. ये काम है at last. At last. Go, run now, run. സോറി ഇക്ക, ഇത്ര നാളെ എനിക്ക് മാത്രം ഉണ്ടാകുന്നുള്ള ചീത്തപ്പേര് ഇപ്പൊ രണ്ടാൾക്കും ആയില്ലേ? ആ പേരൊക്കെ തലയിലാണല്ലോ. പോവാ നല്ല പാടാം. അതൊന്നും ഞാൻ അപ്പൊ ഓർത്തില്ലിക്ക. ഞാൻ അങ്ങേരെ ചെന്നിന് നാട്ടുകാർത്തൊക്കെ എന്തൊക്കെ പറഞ്ഞു. എന്തേലും പറയട്ട്, എനിക്കിപ്പോ ഒരു ആശ്വാസമുണ്ട്. ഈ ആശ്വാസം അധികം നാളൊന്നും കാണത്തില്ല. ഇനിയുള്ള 4-5 വർഷം നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ചിരിക്കുന്നു നമ്മളെ ഭാവി. ഒറ്റ ദിവസം കൊണ്ടുവന്ന ചീത്തപ്പേര് പോവാനെ വർഷങ്ങളെടുക്കും. That's true, absolutely. മനസ്സിലായിക്ക. ഞാൻ ഇനി നല്ലൊരു പഠിച്ചോളാം. പഠിച്ചാൽ നിനക്കും കൊള്ളാം, എനിക്കും കൊള്ളാം. Good. पढ़ो दोनों पढ़ो अच्छे से. നീ ഇത് എന്തിനാ വരാൻ പറഞ്ഞു? അടിവിടാൻ വയ്യ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അന്നത്തെ കുണച്ച മെസ്സേജ് കണ്ടപ്പോ അതിന്റെ വാശി കയറി വന്നതാണ് ഞാൻ. എന്തോന്ന് ഉളച്ച മെസ്സേജ്? നീ അയച്ചില്ലേ, നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ ഒന്ന് പഠിച്ചാ മതി, ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ. ആ, ഈ ദേഷ്യത്തിൽ വായിച്ചാൽ നിനക്കതൊരു കുറച്ച മെസ്സേജ് ആയിട്ടേ തോന്നൂ. പിന്നെ എടാ ക്ലാപ്പ, അതൊരു സമാധാനത്തിലൊക്കെ വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തില്? നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ ഒന്ന് പഠിച്ചാ മതി. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് പെട്ടു. നീയും കൂടി ഇവിടെ വന്ന് ഈ വെയിലത്ത് കിടന്ന് പുഴുക്കണ്ടെന്ന് വിചാരിച്ചാണ് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും നീ അച്ഛന്റെ വാക്കും കേട്ട് പെട്ടിയെടുത്തിങ്ങോട്ട് കയറി പോന്നു. അങ്ങേർക്ക് അവിടെ കാലുമ്പോ കാലം കയറ്റി ടിവിയും കണ്ട് കട്ടൻ ചായ മിച്ചറും കഴിച്ചിരുന്നാ മതി. ഒരു പണിക്കും പോകാണ്ട്. പോരാത്തിന് 4 പാടൊന്നും കടവും വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ആ വീട് ഓടുന്നതിനെ നമ്മുടെ അമ്മ ചീര വിറ്റും ചിട്ടി പിടിച്ചൊക്കെയാണ്. ആജ്ഞാപിക്കാൻ മാത്രമായിട്ടൊരു ഗൃഹനാഥൻ. പ്രായത്തിൽ നമ്മളെ 2 പേരും ഗൾഫിലേക്ക് കയറ്റി അയച്ച എന്തോ വലിയ കാര്യം ചെയ്ത മട്ട. അങ്ങേരുടെ കടം വീട്ടാനാണ് നമ്മളെയൊക്കെ കൂടി കയറ്റി അയച്ചത്. അല്ലാതെ നിന്റെ എന്റെ ഒന്നും ഫ്യൂച്ചർ കണ്ടിട്ടല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ ചൂടാവരുത്. 2 പേരുടെയും ജീവിതം കരിഞ്ഞു പോകും. അതുകൊണ്ട് നീ നാട്ടിൽ പോയി എന്തെങ്കിലും കോഴ്സ് പഠി. കോഴ്സ് തുലിക്കാൻ നിന്റെ അച്ഛൻ തരുമോ പൈസ? അണ്ണ എനിക്കും കൂടി ഒരു സൈക്കിൾ തരുമോ അണ്ണ? നീ ഒന്നും ഓടിക്കണ്ട. നീ നാട്ടിൽ പോയി എന്തേലും പഠിക്കും. ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് കാശ് അയച്ചു തരാം. ഓ,
നീ എനിക്ക് വേണ്ടി അങ്ങനെ വലിയ ത്യാഗമൊന്നും സഹിക്കണ്ട. ചേട്ടനെ പഠിപ്പിക്കാൻ വേണ്ടി മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അനിയൻ കൊള്ളാം. പുതിയ ത്യാഗമൊന്നും അല്ല, നിനക്കല്ലേ ഏജ് ഓവറാവുന്നത്. അതുകൊണ്ട് നീ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് എന്നെയും കൊണ്ട് എന്തെങ്കിലും പഠിപ്പിക്കും. ഇല്ലേ നമ്മളെ രണ്ടുപേരും ജീവിതം തൊലഞ്ഞു പോകും. ഹലോ ആശ, മോളെ നിനക്ക് സ്കോളർഷിപ്പ് എടുത്ത് പഠിക്കാൻ പോണോ? എന്നാ പൊക്കോ. ओह चलो अच्छा है. പാപ്പയോട് ഞാൻ പറഞ്ഞോളാം. അപ്പൊ കാശാര് തരും? എനിക്ക് ആ കളർ തരോ? ഇതാ അതിനെന്താ, ഞാനല്ലാതെ പിന്നെ ആര്? ഞാൻ അല്ലാതെ പിന്നെ ആര്? വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞു മരല്ലേ, നീ എന്റെ പൂക്കടലല്ലേ. ഇക്കോ ആ എത്ര വേണമെങ്കിലും പഠിച്ചു, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. കരയണ്ട. നിനക്ക് എന്നെ കാട്ടി നല്ല ചെറുക്കനെ കിട്ടും. सबका स्टोरी इमोशनल हो गया यार. നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. തന്നെ പിണങ്ങി പോകല്ലേ, കാണാതെ വായല്ലേ കണ്ണേ. നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞുമലല്ലേ, എന്നാലും നാം ഇനിയൊന്നേ, നീ എന്റെ പൂത്തണലല്ലേ. ഇനി ഇത് രണ്ടും കൂടി അടികൂടൂലേ? എന്നാലും നാം ഇനിയൊന്നേ, നീ എന്റെ പൂത്തണലല്ലേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, കൂടെ പിറന്നവരല്ലേ.
നിൽക്കാൻ പറഞ്ഞ നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് അടിച്ചിട്ട്? അതൊക്കെ അടിച്ചിട്ട് പിന്നെ 4 പേരെയും കൂടെ നീ ഒന്ന് ഒറ്റയ്ക്ക് അടിച്ചാ? സത്യം പറ, അത് വേറെ ആരും ഉണ്ടായി നിന്റെ കൂടെ? അതെ, അതൊക്കെ ഉണ്ട്. ये रियल वाला बन गया है क्या? लगता है ये रियल वाले ये रियल वाले लग रहे हैं। ओके എന്താണ് പ്രശ്നം? അതെ, ഈ മോൻ പപ്പടം ചോദിച്ചാൽ ആ മോൻ പപ്പടം കൊടുത്തില്ല. ഇത് എന്നെ പ്രശ്നം. Oh God! Guess it's done. Oh my God! but last में full emotional था यार, full on I emotional cried actually. It was very emotional at the end. I was not even expecting this kind of emotion. Like At वो the end. एक Starting होता है में ना पूरा इतना एकदम मस्ती, fun, मजाक, मस्ती, मजाक, carelessness सब कुछ था, पर carelessness. end में it was very emotional. But end और में वो सब actually part 1 वाले थे. हाँ, एंड में सबको अपना रिस्पॉन्सिबिलिटी Yes, पता चला कि yes. लाइक यू नो लाइफ में एक टाइम आता है, एक फेज आता है जहाँ पे हम सब चीज छोड़ देते हैं एंड Yes. लेट्स फोकस ऑन दिस थिंग. Yes. बट दिस वाज अमेजिंग, मजा आया. अमेजिंग, It मजा was आ very गया. emotional, very nice movie. Full on, बोलता ना सब कुछ था इस movie When में. वो सिस्टर को लेके भी मुझे हर एक बहुत का लगा, emotion, वो हर एक का डैड emotion. एंड ऑल, भाई मतलब बोलते हैं ना एक रिश्ते छूटे तो नए बने. Yes. ऐसा होगा, उससे ब्रेकअप किया तो भाई के साथ Yes. बॉन्ड अच्छा बन गया उसका. Yes. But amazing. But it was very nice, very nice. Loved it, loved it. Guys, suggest us more such movies. Meanwhile, take care. Bye bye. Bye bye.